നൈൽ നദിയുടെ പുത്രൻ. അബ്രാഹത്തിന്റെ സന്തതി പരമ്പരകൾ ഇസ്രായേലിയർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അവരിൽ കൂടുതൽ പേരും നൈൽ നദീതീരത്തുള്ള ഈജിപ്ത് എന്ന ദേശത്താണ് താമസമാക്കിയത്. അവർ അനുദിനം പെറ്റുപെരുകി വലിയ ജനതയായി വളർന്നുകൊണ്ടിരുന്നു. ഈ വളർച്ച ഈജിപ്തിലെ ഭരണാധികാരിയായ ഫറവോയെ ചൊടിപ്പിച്ചു. ഇസ്രായേലിയർ ഇപ്രകാരം വർദ്ധിച്ചാൽ ഒരുപക്ഷെ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് ഫറവോയും കൂട്ടാളികളും കണക്കുകൂട്ടി. അവർ ഇസ്രായേലിയരെ അടിമകളാക്കി വയ്ക്കാനും അടിമപ്പണികൾ ചെയ്യിക്കാനും തുടങ്ങി. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ഇസ്രായേലിയർ പിന്നെയും പെരുകി വന്നു. ഇസ്രായേലിയർക്കുണ്ടാകുന്ന ആൺകുഞ്ഞുങ്ങളെ യഥാസമയം തന്നെ കൊല്ലുകയാണെങ്കിൽ ഇതിനൊരു പരിഹാരമുണ്ടാകുമെന്ന് ഫറവോ കണക്കുകൂട്ടി. പിന്നെ ഒട്ടും താമസിച്ചില്ല. ഈജിപ്തിലെങ്ങും രാജവിളംബരം ഉയർന്നു പൊങ്ങി. മാന്യമഹാജനങ്ങളെ, ഇന്നാട്ടിൽ ജീവിക്കുന്ന ഇസ്രായേലിയർക്ക് ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും നൈൽ നദിയിൽ എറിഞ്ഞുകൊല്ലണമെന്നും പെൺകുട്ടികളെ മാത്രം വളർത്തണമെന്നും നാം ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. കൽപ്പന ലംഘിക്കുന്നവർക്ക് ക്രൂരമായ വധശിക്ഷ ലഭിക്കുന്നതായിരിക്കും. ഈ കൽപ്പന കേട്ട് ഭയാക്രാന്തരായ ഇസ്രായേൽക്കാർ അന്നുമുതൽ തങ്ങളുടെ ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിലേക്ക് എറിഞ്ഞ് കൊല്ലാൻ തുടങ്ങി. ഇതിനിടയിലാണ് നദീതീരത്ത് താമസിക്കുന്ന ഒരു ഇസ്രായേൽക്കാരിക്ക് ഒരാൺകുഞ്ഞു പിറന്നത്. സൂര്യനെപ്പോലെ പ്രശോഭിക്കുന്ന ആ കുഞ്ഞിനെ ഏതു വിധേനയും രക്ഷിക്കണമെന്ന് അവൾക്ക് തോന്നി. 3 മാസത്തോളം ആ അമ്മ കുഞ്ഞിനെ വളരെ രഹസ്യമായി വീട്ടിൽ തന്നെ വളർത്തി. എങ്കിലും രാജകിങ്കരന്മാരുടെ കണ്ണുവെട്ടിച്ച് ഇനിയും മുന്നോട്ട് നീങ്ങുവാൻ സാധ്യമല്ലെന്ന് അവൾക്ക് ബോധ്യമായി. അവൾ കുറേ ഞാങ്ങണ വെട്ടിയെടുത്ത് വെള്ളത്തിൽ മുങ്ങിപ്പോകാത്ത വിധം ഒരു അടച്ചുറപ്പുള്ള ഉണ്ണിത്തൊട്ടിൽ കെട്ടിയുണ്ടാക്കി. തൻ്റെ ആരോമൽ കുഞ്ഞിനെ അതിനുള്ളിൽ കിടത്തിയിട്ട് അവൾ അത് നദിയിലൂടെ ഒഴുക്കിവിട്ടു. ഈജിപ്തിലെ രാജകുമാരി നദിയിൽ കുളിക്കാൻ വന്നപ്പോൾ കൗതുകമാർന്ന ഒരു കളിത്തൊട്ടിൽ തെന്നി ഒഴുകി വരുന്നത് കണ്ടു. അവൾ തോഴിമാരെ കൊണ്ട് ആ തൊട്ടിൽ അടുപ്പിച്ചു. ആകാംക്ഷയോടെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഓമനത്വമുള്ള ഒരാൺകുഞ്ഞ് കൈകാലിട്ടടിച്ച് കളിക്കുന്നു. കുമാരി കുഞ്ഞിനെ വാരിയെടുത്ത് ലാളിക്കാനും ഉമ്മ വയ്ക്കാനും തുടങ്ങി. അതിനെ എടുത്ത് വളർത്തണമെന്ന് കുമാരി ആശിച്ചു. ഈ രംഗങ്ങളെല്ലാം ആ കുഞ്ഞിൻ്റെ സഹോദരി മിറിയാം തെല്ലകലെ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. രാജകുമാരി കുഞ്ഞിനെ ഓമനിക്കാൻ തുടങ്ങിയപ്പോൾ മിറിയാം ഓടി കുമാരിയുടെ അടുക്കലെത്തി. മിറിയാം ചോദിച്ചു, രാജകുമാരി, ഈ കുഞ്ഞിനെ നോക്കി വളർത്താൻ പറ്റിയ ഒരു വേലക്കാരിയെ വേണോ? ആ, തീർച്ചയായും വേണം. നിനക്കറിയാമെങ്കിൽ വേഗം കൊണ്ടുവരൂ. അത് കേൾക്കേണ്ട താമസം മിറിയാം ഓടിച്ചെന്ന് തൻ്റെ അമ്മയെ തന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കുഞ്ഞിനെ രാജകുമാരി ആ സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇവനെ നന്നായി നോക്കി വളർത്തണം. അതിനുവേണ്ട എല്ലാ ചെലവുകളും ഞാൻ എത്തിച്ചു തന്നുകൊള്ളാം. ദൈവം തന്നെ അനുഗ്രഹിക്കുകയാണെന്ന് ആ അമ്മ വിശ്വസിച്ചു. മോശ എന്നു പേരിട്ട് ഒരു രാജകുമാരനെ പോലെ അവർ ആ കുഞ്ഞിനെ വളർത്താൻ തുടങ്ങി. മോശ എന്ന വാക്കിന് നദിയുടെ പുത്രൻ എന്നാണ് അർത്ഥം. വളർന്നു വലുതായപ്പോൾ താനും ഒരു ഇസ്രായേലുകാരനാണെന്ന് അമ്മയിൽ നിന്ന് മോശ മനസ്സിലാക്കി. യുവാവായ മോശയെ രാജകുമാരി കൊട്ടാരത്തിലേക്ക് ഏറ്റുവാങ്ങി. അവിടെ സർവ്വവിധ പ്രതാപങ്ങളോടും കൂടിയാണ് മോശ കഴിഞ്ഞു വന്നത്. എങ്കിലും ഈജിപ്തുകാർ ഇസ്രായേലിയരോട് കാണിക്കുന്ന ക്രൂരത മോശയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ ഒരു ഈജിപ്തുകാരൻ മേസ്തിരി ഒരു പാവം ഇസ്രായേൽക്കാരനെ നിർദ്ദയം മർദ്ദിക്കുന്നത് മോശ നേരിൽ കണ്ടു. കോപത്താൽ ജ്വലിച്ച മോശ ആ മേസ്തിരിയുടെ കഥ കഴിച്ചു. ഫറവോ ഇക്കാര്യമറിഞ്ഞാൽ തന്നോട് കോപിക്കുമെന്ന് മനസ്സിലാക്കിയ മോശ ഒട്ടും വൈകാതെ തന്നെ ഈജിപ്തിൽ നിന്ന് മിദിയാൻ ദേശത്തേക്ക് ഒളിച്ചോടി.